നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. പൂഞ്ചിൽ പാക് സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളുടെ ഫലമായി പൂഞ്ചിൽ 44 ഉൾപ്പെടെ 59 പേർക്ക് പരിക്കേറ്റു. അതീവ ജാഗ്രതയിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് തിരിച്ചടി നൽകുമെന്ന പാക് സർക്കാരിൻ്റെ ഭീഷണിക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യയിലേക്ക് ആക്രമണം ഇനി നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ലെന്നും മുന്നറിയിപ്പ്. പാകിസ്ഥാനെ ഞെട്ടിച്ച് ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ. വാൾട്ടൺ എയർഫീൽഡിന് സമീപം പൊട്ടിത്തെറി ഉണ്ടായ ദൃശ്യങ്ങൾ പുറത്ത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 5 മരണം, 2 പേർക്ക് പരിക്കേറ്റു. 7 പേരടങ്ങുന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നത് ഗംഗാ നദിയിൽ വെച്ച്. 4 ദിവസത്തെ നിർണായക റഷ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ലക്ഷ്യം US താരിഫിനെതിരെ റഷ്യയുമായി വ്യാപാര സഹകരണ കരാറുകൾ. ഡൊണാൾഡ് ട്രംപ് UK-യുമായുള്ള വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച് UK. കരാറുകൾ ചർച്ച ചെയ്യാൻ UK ബിസിനസ് വ്യാപാര സംഘം വാഷിംഗ്ടണിൽ തുടരുന്നു. സമുദ്ര സുരക്ഷാ മേഖലയിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഒരുങ്ങി ഒമാനും ഇന്ത്യയും. ടെസ്റ്റ് ക്രിക്കറ്റിലും വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് വിദേശകാര്യ മന്ത്രാലയം. നിയന്ത്രണ രേഖയിലുടനീളം പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളുടെ ഫലമായി പൂഞ്ചിൽ 44 പേർ ഉൾപ്പെടെ 56 പേർക്ക് ഇതുവരെ പരിക്കേറ്റു. നിയന്ത്രണ രേഖയിലെ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. പാക് ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികനും വീരമൃത്യു വരിച്ചിരുന്നു. ലാൻസ് നായക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഈ മേഖലയിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ ഷെല്ലാക്രമണമാണ് പൂഞ്ചിൽ അടക്കം പാകിസ്ഥാൻ നടത്തിയത്. വീടുകളടക്കം ആക്രമണത്തിൽ നശിച്ചു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഈ മേഖലകളിൽ ഷെല്ലാക്രമണം നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്നത്. പൂഞ്ചിൽ നിരവധി താമസക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ സേന മാറ്റി. പ്രകോപനത്തിന് ഉചിതമായ മറുപടി നൽകാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി കരസേനാ മേധാവി. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് തിരിച്ചടി നൽകുമെന്ന പാക് സർക്കാരിൻ്റെ ഭീഷണിക്കെതിരെ മുന്നറിയിപ്പുമായി വീണ്ടും ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയും ഇത്തവണ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇന്ത്യ താക്കീത് നൽകുന്നു. വിദേശ നയതന്ത്ര പ്രതിനിധികളെ നേരിട്ടാണ് ഇന്ത്യ ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താൻ പാക് സർക്കാർ സൈന്യത്തിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണം കനത്തിന് തുടരുന്നു. എന്നാൽ ഇന്ത്യൻ സൈന്യം ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിച്ച ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിലും പണ്ഡിതിനെത്തിയതായി റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സജ്ജാദ് ഗുൽ ഉൾപ്പെടെയുള്ള സംഘടനയാണെന്ന് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കശ്മീരിൽ ജനിച്ചു വളർന്ന 50 വയസ്സുകാരനായ ഗുല്ലാണ് ലഷ്കർ-ഇ തായിബയുടെ ഇന്ത്യൻ വേരുകളുള്ള ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ തലവൻ. സജ്ജാദ് ഗുൽ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനെത്തിയെന്നാണ് ഇപ്പോഴത്തെ വിവരം. ബാംഗ്ലൂരിൽ നിന്നും MBAയും ഇയാൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെ ഞെട്ടിച്ച് ലാഹോറിൽ സൈനിക വിമാനത്താവളത്തിന് തൊട്ടടുത്ത് തുടർ സ്ഫോടനങ്ങൾ. വാൾട്ടൺ എയർഫീൽഡിന് സമീപം പൊട്ടിത്തെറി ഉണ്ടായെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 3 തവണ സ്ഫോടനം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്നും ഡ്രോൺ വെടിവെച്ചിട്ടെന്നും പാക് പോലീസ് അവകാശപ്പെട്ടു. വിമാനത്താവളത്തിന് സമീപം ഉഗ്രസ്ഫോടനം കേട്ടെന്നും പുക ഉയരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. പ്രദേശത്ത് അപായ സൈറൺ മുഴങ്ങുന്നതിൻ്റെയും പുക ഉയരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 5 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. 7 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഉത്തരകാശിയിലെ ഗംഗാ നദിയിൽ വെച്ച് തകരുകയായിരുന്നു. ഹെലികോപ്റ്ററിൻ്റെ ഉൾവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും SDRFും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതായും പരിക്കേറ്റവരെ ആശുപത്രിക്ക് മാറ്റിയെന്നും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചു. സംഭവത്തിൽ വിശാലമായ അന്വേഷണം നടത്തിവരികയാണെന്നും ധാമി സൂചന നൽകി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തൻ്റെ 4 ദിവസത്തെ നിർണായകമായ റഷ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ടു. റഷ്യയിൽ വിജയദിനം എന്നറിയപ്പെടുന്ന 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സൈനിക പരേഡിൽ പങ്കെടുക്കുന്നതും വ്യാപാര കരാറുകളുമാണ് സന്ദർശന ലക്ഷ്യം. US ചൈനയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെട്ടതും റഷ്യയുടെ അധിനിവേശത്തിന് ചൈന നേരിട്ട് സഹായം നൽകുന്നുവെന്ന് ഉക്രൈൻ ആരോപിച്ചതും ചേർത്ത് വായിക്കണം. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഷീയുടെ റഷ്യൻ സന്ദർശനം. പുടിനുമായുള്ള ഷീ ജിൻപിങ്ങിൻ്റെ അടുത്ത ബന്ധം ഇത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യക്കൊപ്പം നിലപാട് ഒന്നുകൂടി തെളിയിക്കുന്നതാകും ഈ സന്ദർശനവും.
പ്രസിഡന്റായ ശേഷം ഷിയുടെ റഷ്യയിലേക്കുള്ള 11ാമത്തെ സന്ദർശനമാണ്. ഈ വർഷത്തെ റഷ്യൻ ചൈനീസ് ബന്ധങ്ങളിലെ കേന്ദ്ര സംഭവങ്ങളിൽ ഒന്നാണെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഷിയുടെ സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ചൈനയും റഷ്യയും തമ്മിലുള്ള പരിധികളില്ലാത്ത ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്ന നിരവധി സഹകരണ കരാറുകളിൽ ഷി ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റഷ്യയിൽ നിന്നും ചൈനയിലേക്ക് പ്രതിവർഷം 50 ബില്യൺ ക്യൂബിക് മീറ്റർ വാതകം കൊണ്ടുപോകാൻ കഴിയുന്ന പവർ ഓഫ് സൈബീരിയ 2 ഗ്യാസ് പൈപ്പ് ലൈനെക്കുറിച്ചും ചർച്ച നടക്കും. റഷ്യൻ തലസ്ഥാനത്ത് നടന്ന ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ട ഗതികേടിൽ റഷ്യയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ രാത്രി കുറഞ്ഞത് 19 ഉക്രൈനിയൻ ഡ്രോണുകളെ നശിപ്പിച്ചതായാണ് മോസ്കോ മേയർ സെർജി സോബിയൻ അറിയിച്ചത്. ആക്രമണങ്ങളെ തുടർന്ന് മോസ്കോയിലെ മിക്ക വിമാനത്താവളങ്ങളും തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടി. റഷ്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയറോഫ്ലോട്ട് തടസ്സങ്ങൾ നേടാൻ സമയക്രമം പുനഃക്രമീകരിച്ചു. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിൻ്റെ വിമാനവും അസർബൈജാനിലെ ബാക്കുവിലേക്ക് തിരിച്ചുവിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 500-ലധികം ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇംഗ്ലണ്ടിലുടനീളം തുടർന്ന റെയ്ഡിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇറാൻ പൗരന്മാരുടെ ഒരു സംഘം ലക്ഷ്യമിട്ടത് ലണ്ടനിലെ ഇസ്രായേൽ എംബസി എന്ന സൂചന. ഇവർ ഉൾപ്പെട്ട ഭീകര ആക്രമണ ഗൂഢാലോചന അറസ്റ്റോടെ തകർക്കാനായെന്ന് പോലീസ് അറിയിച്ചു. സമീപ വർഷങ്ങളിൽ നാം കണ്ട ഏറ്റവും വലിയ തീവ്രവാദ ഭീഷണികൾ ഒന്നാണെന്നും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അറസ്റ്റുകളെന്നും ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പറും പ്രതികരിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് UK-യുമായുള്ള വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂട് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UK അധികൃതർ. US-UK കരാറുകൾ ചർച്ച ചെയ്യാൻ UK ബിസിനസ് വ്യാപാര വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിൽ തുടരുകയാണ്. കഴിഞ്ഞ മാസം വ്യാപാര പങ്കാളികൾക്കെതിരെ വ്യാപകമായ താരിഫ് നിരക്കുകൾ ഏർപ്പെടുത്തിയ ശേഷം US ഭരണകൂടം സ്വീകരിക്കുന്ന ആദ്യത്തെ ഒരു കരാറാകും ഈ പ്രഖ്യാപനത്തിലേത് എന്നാണ് UKയുടെ പ്രതീക്ഷ. മെയ് 19 നടക്കാനിരിക്കുന്ന UK-EU ഉച്ചകോടിക്ക് മുമ്പ് ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ ശ്രമിക്കുകയാണ് UK-യും. ഇനി ഗൾഫ് ന്യൂസ്. ഒമാനും ഇന്ത്യയും സമുദ്ര സുരക്ഷാ മേഖലയിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായി ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ GB ശ്രീനിവാസ് റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് കമാൻഡർ കേണൽ അബ്ദുൾ അസീസ് അൽ ജാബ്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ സമുദ്ര സുരക്ഷയിലും തീരസംരക്ഷണ പ്രവർത്തനങ്ങളിലും സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഇത് സംബന്ധിച്ച നിരവധി നിർദ്ദേശങ്ങൾ അംബാസഡർ ശ്രീനിവാസ് മുന്നോട്ട് വച്ചു. ഈ വർഷത്തെ സൗദി ബജറ്റിൻ്റെ ആദ്യത്തെ 3 മാസത്തെ പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. 263.6 ബില്യൺ റിയാലിൻ്റെ വരുമാനവും 322.3 ബില്യൺ റിയാലിൻ്റെ ചെലവും 58.7 ബില്യൺ റിയാലിൻ്റെ കമ്മിയും രേഖപ്പെടുത്തിയതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. എണ്ണ വരുമാനം 149.8 ബില്യൺ റിയാലാണ്. സൗദിയിൽ ബിനാമി എന്ന് സംശയിക്കുന്ന 71 ബിസിനസ് ഇടപാടുകൾ കണ്ടെത്തിയതായി ബിനാമി ഇടപാടുകൾ തടയാനുള്ള ദേശീയ സംരംഭാധികൃതർ അറിയിച്ചു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഏപ്രിലിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. കഴിഞ്ഞ മാസം രാജ്യത്തുടനീളം 2077 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തി. പഴം, പച്ചക്കറി ചില്ലറ വിൽപ്പന, ആഡംബര വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും ചില്ലറ വിൽപ്പന, വാണിജ്യ സലൂണുകൾ, കാറ്ററിംഗ്, കെട്ടിട നവീകരണങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ എന്നീ പ്രവർത്തന മേഖലകളിലാണ് പരിശോധന കൂടുതൽ നടന്നത്. രാജ്യത്തിൻ്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ 310 കോടി റിയാലിൻ്റെ 4 തന്ത്രപരമായ കരാറുകളിൽ ഒപ്പിട്ടു. പുതിയ കരാറുകൾ പ്രകാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 7 ഹൈ വോൾട്ടേജ് സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കും. സബ്സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നതിന് 212 കിലോമീറ്റർ നീളത്തിൽ ഭൂഗർഭ കേബിളുകളും ഓവർഹെഡ് ലൈനുകളും ഉണ്ടാകും. വിവിധ സർക്കാർ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തിയ ഫീൽഡ് പരിശോധനയിൽ സൗദിയിലെ ജിദ്ദയിൽ 9.6 ടൺ കേടായ മാംസവും കാലഹരണപ്പെട്ട 420 കിലോ ഭക്ഷ്യസാധനങ്ങളും പിടികൂടി. രഹസ്യ വെയർഹൗസുകളിലായി പ്രവർത്തിക്കുന്ന 3 വീടുകളിൽ 25 വലിയ റെഫ്രിജറേറ്റർക്കിടയിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കേടായ മാംസോൽപ്പന്നങ്ങൾ. ശീതീകരിച്ച കോഴി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 420 കിലോ കാലഹരണപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്ത തുടരും. വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. ആക്രമണകാരികളും മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്നതുമായ തെരുവ് നായ്ക്കളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകണമെന്ന് മന്ത്രി MB രാജേഷ് ആവശ്യപ്പെട്ടു. തെരുവ് നായ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ABC ചട്ടങ്ങളിൽ കേന്ദ്രം കാര്യമായ ഇളവുകൾ വരുത്തണം. ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ സമീപനം മാറണം. മാലിന്യം തെരുവുകളിൽ വലിച്ചെറിയുന്നതുൾപ്പെടെ മാറ്റം വരുത്തണമെന്നും മന്ത്രി MB രാജേഷ് ആവശ്യപ്പെട്ടു. N പ്രശാന്ത് IASന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടി. 6 മാസത്തെ കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയത്. റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കഴിഞ്ഞ നവംബറിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ A ജയതിലക്കിനെതിരെ പ്രശാന്ത് സാമൂഹിക മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിമർശനം നടത്തിയത്. ഇതിൻ്റെ പേരിലായിരുന്നു സസ്പെൻഷൻ. KPCC ആസ്ഥാനത്ത് മാധ്യമ വിലക്ക്. അനുമതിയില്ലാതെ മാധ്യമപ്രവർത്തകർ KPCC വളപ്പിലേക്ക് പോലും കയറരുതെന്നാണ് നിർദ്ദേശം. വാർത്താ സമ്മേളനങ്ങൾക്ക് മാത്രമാണ് ഇനി മാധ്യമങ്ങൾക്ക് പ്രവേശനം.
ചരിത്രത്തിലാദ്യമായാണ് KPCC ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പാർട്ടി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. ഇനി UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 112.72 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 84.67 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 95.95 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മ. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഈ തീരുമാനം. നായക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുമെന്നും രോഹിതിന് പകരം പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുമെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇന്ത്യ അവസാനം കളിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ടീമിനെ നയിച്ചത് രോഹിതായിരുന്നു. എന്നാൽ സിഡ്നിയിൽ നടന്ന അവസാന ടെസ്റ്റിൽ നിന്നും അദ്ദേഹം സ്വയം മാറി നിന്നു. ഏകദിന ഫോർമാറ്റിൽ കളിക്കുന്നത് തുടരുന്നെന്ന് വിരമിക്കൽ സന്ദേശത്തിൽ പറഞ്ഞു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ തീരുമാനിക്കുന്നു. രാജ്യത്തെ പ്രതിനിധീകരിച്ച് കളിക്കാൻ ആയതിൽ അഭിമാനമുണ്ട്. സ്നേഹത്തിനും പിന്തുണയ്ക്കും കടപ്പെട്ടിരിക്കുന്നു. ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഇനിയും കളിക്കുമെന്നാണ് രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂഞ്ചിൽ പാക് സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 13 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളുടെ ഫലമായി പൂഞ്ചിൽ 44 ഉൾപ്പെടെ 59 പേർക്ക് പരിക്കേറ്റു. അതീവ ജാഗ്രതയിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിന് തിരിച്ചടി നൽകുമെന്ന പാക് സർക്കാരിൻ്റെ ഭീഷണിക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യയിലേക്ക് ആക്രമണം ഇനി നടത്തിയാൽ പിന്നീടുള്ള തിരിച്ചടി അതിഭീകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ മടിക്കില്ലെന്നും മുന്നറിയിപ്പ്. പാകിസ്ഥാനെ ഞെട്ടിച്ച് ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ. വാൾട്ടൺ എയർഫീൽഡിന് സമീപം പൊട്ടിത്തെറി ഉണ്ടായ ദൃശ്യങ്ങൾ പുറത്ത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 5 മരണം, 2 പേർക്ക് പരിക്കേറ്റു. 7 പേരടങ്ങുന്ന തീർത്ഥാടക സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നത് ഗംഗാ നദിയിൽ വെച്ച്. 4 ദിവസത്തെ നിർണായക റഷ്യൻ സന്ദർശനത്തിന് തുടക്കമിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ലക്ഷ്യം US താരിഫിനെതിരെ റഷ്യയുമായി വ്യാപാര സഹകരണ കരാറുകൾ. ഡൊണാൾഡ് ട്രംപ് UKയുമായുള്ള വ്യാപാര കരാറിൻ്റെ ചട്ടക്കൂട് ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ച് UK. കരാറുകൾ ചർച്ച ചെയ്യാൻ UK ബിസിനസ് വ്യാപാര സംഘം വാഷിംഗ്ടണിൽ തുടരുന്നു. സമുദ്ര സുരക്ഷാ മേഖലയിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ഒരുങ്ങി ഒമാനും ഇന്ത്യയും. ടെസ്റ്റ് ക്രിക്കറ്റിലും വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹിത് ശർമ്മ. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റ് ചാനലുകൾക്കൊപ്പം ആനന്ദ് TV എൻജോയ് ചെയ്യുക.